തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗോഡ് മെയ്ഡ് എ വിൻഡ് ടു പാസ് ഓവർ ദി എർത്ത്. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. ആത്മാവാൻ ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചനായി സ്തോത്രപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 8 verse 1. And God remembered Noah and every living thing and all the cattle that was with him in the ark. And God made a wind to pass over the earth and the waters assuaged. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ആമേൻ. ജീവിതത്തിൽ കാറ്റുകളും കൊടുങ്കാറ്റുകളും ദൈവം അനുവദിക്കുന്നത് എന്തിന്? സങ്കീർത്തനങ്ങൾ 104 അതിൻ്റെ 4-ാം വാക്യത്തിൽ അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമായി അയക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങൾക്കും ദൈവവചനത്തിൽ അതിനുത്തരമുണ്ട്. ജീവിതം എക്കാലത്തും സുന്ദരമായി നീങ്ങണമെന്നില്ലല്ലോ. ഏത് നിമിഷവും കാറ്റും കൊടുങ്കാറ്റും അപ്രതീക്ഷിതമായി കടന്നു വന്നേക്കാം. എന്തിനു വേണ്ടിയാണ് ദൈവം ജീവിതത്തിൽ പ്രതികൂലങ്ങളാകുന്ന കാറ്റുകളെ അടുപ്പിക്കുന്നത് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഒന്നാമത്തെ കാരണം, കാറ്റുകൾ ദൈവം നമ്മെ ഓർക്കുന്നത് കൊണ്ടാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാമത്തെ കുറിവാക്യം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. ദൈവം നോഹയെ ഓർത്തതുകൊണ്ട് കാറ്റടിപ്പിച്ചു. ആ കാറ്റ് പെട്ടകം ഉറപ്പിക്കുവാനായിരുന്നു, പുതിയ ഭൂമി നൽകുവാനായിരുന്നു. കാറ്റുകൾ നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടിയാണ്. ചേർന്നൊരാമേൻ പറയാം. ആമേൻ. രണ്ടാമതായിട്ട്, എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ കാറ്റുകൾ ഉണ്ടാകുന്നത്? ജീവിതത്തിൽ ദൈവം നൽകുന്ന കാറ്റുകൾ ശത്രുവിനെ നിഗ്രഹിക്കുവാനാണ്. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, നിന്റെ കാറ്റിനെ നീ ഊതി, കടൽ അവരെ മൂടി, അവർ ഈയം പോലെ വെള്ളത്തിൽ താണു. ഹല്ലേലൂയ. കർത്താവിന്റെ പ്ലാനും പദ്ധതിയും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ചിന്തിക്കുന്നതിനും മേലായിട്ടാണ്, അതീതമായിട്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങിപ്പോയത് ദൈവം അടിപ്പിച്ച കാറ്റിനാലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനെ പരിപാലിക്കുന്നത് മനുഷ്യന്റെ സയൻസ് ഒന്നുമല്ല, ആ സൃഷ്ടാവായ ദൈവം തന്നെയാണ്. ദൈവം തന്നെ. ആ
ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ഒരു ജീവിയാണ് മനുഷ്യൻ. ആ മനുഷ്യന് വേണ്ടിയാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. അവൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണോ പ്രതികൂലമായി മാറുന്നത് അതിനെ അനുകൂലമാക്കി തൻ്റെ മക്കളെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായിട്ട് എന്തിനാണ് ദൈവം കാറ്റടിപ്പിക്കുന്നത്? ജീവിതത്തിലെ കാറ്റുകൾ ദൈവിക കരുതൽ അറിയുവാൻ വേണ്ടിയാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 31 അനന്തരം കർത്താവ് അയച്ച ഒരു കാറ്റൂതി കടലിൽ നിന്നും കാടയെ കൊണ്ടുവന്നു. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്താണോ അതറിഞ്ഞ് ആഗ്രഹത്തിൻ്റെ ഹല്ലേലൂയ ആവശ്യമനുസരിച്ച് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു അത്ഭുത മന്ത്രിയെയാണ് നാം ആരാധിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക് അവർ ആഗ്രഹിച്ച ആഹാരം ദൈവം നൽകിയതും കാറ്റടിപ്പിച്ചിട്ടാണല്ലോ. കാറ്റുകൾ ദൈവിക സംരക്ഷണത്തിനായിട്ടാണ്. കാറ്റുകൾ ദൈവിക സംരക്ഷണത്തിനായിട്ടാണ്. വീണ്ടും എന്തിനാ ദൈവം കാറ്റടിപ്പിക്കുന്നത്? കാറ്റുകൾ ജീവൻ നൽകുവാൻ. യെഹെസ്കേൽ പ്രവാചകനെ അസ്ഥികളുടെ താഴ്വരയിൽ കൂടി നയിച്ചു. കർത്താവ് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകന് അറിവില്ലാത്ത കാര്യം. എന്നാൽ ദൈവം അവയ്ക്ക് ഞരമ്പും മാംസവും പിടിപ്പിച്ച് തൊക്കുകൊണ്ട് പൊതിഞ്ഞു. അവയ്ക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് പ്രവചിച്ച് കാറ്റിനോട് പറയാൻ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, യെഹെസ്കേൽ 37:9, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അങ്ങനെ അവനിൽ ശ്വാസം വന്നു. കാറ്റുകൾ ഉണങ്ങിയ അസ്ഥികൾ പോലെയുള്ള ജീവിതങ്ങളെ പുഷ്ടിപ്പെടുത്തും. പ്രൈസ് ലോർഡ്. നിർജീവാവസ്ഥയെ സജീവമാക്കുന്നത് ദൈവം നമ്മുടെ മേൽ ഊതുമ്പോഴാണ്. ദൈവം നമ്മുടെ മേൽ കാറ്റടിപ്പിക്കുമ്പോൾ തളർന്ന അവസ്ഥയെ ജീവൻ വെപ്പിച്ച് ഉണർത്തി നിർത്തുന്നത് ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പുഷ്ടിപ്പെടുത്തുന്ന കാറ്റുകൾ സ്വർഗത്തിൽ നിന്ന് വീശുമ്പോൾ. എന്തിനാ ദൈവം കാറ്റുകൾ അടിപ്പിക്കുന്നത്? 5-ാമതായിട്ട് നാം ചിന്തിക്കുന്നത് കാറ്റുകൾ അടിക്കുന്നത് മടക്കിക്കൊണ്ടുവരാനാണ്. യോനായെ നേർവഴിക്ക് കൊണ്ടുവന്നത് പെരുങ്കാറ്റടിപ്പിച്ചാണ്. യോന ദൈവകൽപ്പന ധിക്കരിച്ചു. നിനവേയിലേക്ക് പോകാതെ താർസിസിലേക്ക് കപ്പൽ കയറി. യോന 1:4 യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. ചില വ്യക്തികളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സാധാരണ കാറ്റൊന്നും പോരാ, നല്ല ചുഴലിക്കാറ്റ് തന്നെ വേണം. സ്തോത്രം. ഇപ്പോഴും ചിലരുടെ ജീവിതത്തിൽ ചുഴലിക്കാറ്റടിക്കുന്നുണ്ട്. സ്തോത്രം. ഓർത്തോളണം, നീ പ്രതീക്ഷിക്കാത്ത, നിന്നെ തകർക്കുമെന്ന് നീ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന കാറ്റ് നിനക്ക് അനുകൂലമായി ദൈവം അയക്കുന്നതാണ്. ജീവിതത്തിന്റെ അമരത്ത് യേശു ഉണ്ടെങ്കിൽ കാറ്റിനെയും കൊടുങ്കാറ്റിനെയും ഭയപ്പെടേണ്ടതില്ല. ജീവിതത്തിൽ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ യേശുവിനൊപ്പം കടലിൽ കൂടി യാത്ര ചെയ്തിരുന്ന ശിഷ്യരെ പോലെ നമുക്കും തോന്നാം. യേശുവിന് നാം നശിച്ചു പോകുന്നതിൽ വിചാരമൊന്നുമില്ലെന്നും പലപ്പോഴും യേശു ഉറങ്ങുകയായിരുന്നുവെന്നും നമുക്കും തോന്നാം. എന്നാൽ ഒരു കാര്യം, യേശു അമരത്തുള്ളത് കൊണ്ട് യാതൊന്നും ഭയപ്പെടാനില്ല. അപ്പോൾ നമ്മുടെ ജീവിതമാവുന്ന വഞ്ചിയിൽ യേശുക്രിസ്തു അമരത്തുണ്ടായിരിക്കണം. അമരക്കാരൻ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഏത് കാറ്റിനെയും ശാന്തമാക്കുവാൻ യേശുവിൻ്റെ ഒരു വാക്ക് മതി. അവൻ ലോകാവസാനത്തോളം കൂടെയുണ്ട് എന്നുള്ള വാഗ്ദത്തം ഒരിക്കലും മറന്നുപോകരുത്. ആയതിനാൽ കാറ്റും കോളും കണ്ട് ഭയപ്പെടേണ്ട. കാറ്റുകൾ നമ്മെ വിശ്വാസത്താൽ ഉറപ്പിക്കാൻ, ശത്രുവിനെ നിഗ്രഹിക്കുവാൻ, ദൈവിക കരുതൽ വെളിപ്പെടുത്തുവാൻ, ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുവാൻ, നമ്മെ മടക്കിക്കൊണ്ടുവരുവാൻ. അതിനാൽ പ്രത്യാശയോടെ നമുക്ക് കർത്താവിനോടൊപ്പം യാത്ര ചെയ്യാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളെ ആയുസിന്റെ ഒരു പ്രഭാതം കൂടെ കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, അനുദിന ജീവിതത്തിൽ കാറ്റുകൾ പ്രതികൂലമാകുമ്പോൾ ഭയപ്പെട്ട് പുറകോട്ട് പോകാതെ ഞങ്ങളുടെ ജീവിതമാവുന്ന നൗകയുടെ അമരക്കാരൻ അവിടുന്നാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ സ്വർഗീയ കൃപാവരങ്ങൾക്കായി സ്തോത്രം. ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന
എല്ലാ പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ സ്വർഗത്തിൻ്റെ ശക്തിയെ മക്കളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. ജീവിതത്തിൽ പതച്ചു നിൽക്കാതെ, പതറിപ്പോകാതെ, നുറുങ്ങിപ്പോകാതെ, തകർന്നു പോകാതെ സധൈര്യം മുന്നോട്ട് സഞ്ചരിക്കുവാൻ സ്വർഗത്തിൻ്റെ അഗ്നിയാൽ മക്കളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും വന്നുമിരിക്കുന്നതിനായി സ്തോത്രം. കലത്തിലെ മാവും തുരുത്തിയിലെ എണ്ണയും വറ്റിപ്പോകാതെ അത്ഭുതകരമാമണ്ണം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങേ സ്തുതിച്ചിടുവാൻ പരമേകണമേ ഈശോ, അങ്ങേ വണങ്ങിടുവാൻ കൃപയേകണമേ ഈശോ. അങ്ങേ സ്തുതിച്ചിടുവാൻ വരമേകണമേ ഈശോ, അങ്ങേ വണങ്ങിടുവാൻ കൃപയേകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേ